ഹായ് ഡിയർ സ്റ്റുഡൻസ്, പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു? ടെൻഷനൊക്കെ മാറി തുടങ്ങിയോ? മെല്ലെ മാറി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടെൻഷൻസ് എന്നുള്ളൊരു കാര്യത്തിലല്ല, അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ മെല്ലെ നമ്മുടെ മാറി വന്നിരുന്നുണ്ട്, അല്ലെങ്കിൽ മാറി വന്നോളും. ഇനി അത് കൂടാതെ നമ്മുടെ കണ്ടന്റ് എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം റിച്ച് ആക്കാൻ പറ്റുമോ അത്രത്തോളം റിച്ച് ആക്കുക എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിവിഷനിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനോർഗാനിക് ചാപ്റ്റേഴ്സ് ആണ്. കാരണം ഒരുപാട് വായിക്കാനുള്ള ചാപ്റ്ററുകളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള 2 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും. അത് കൂടാതെ ഞാൻ ഒരു ചാപ്റ്ററും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് അമീൻസ്. അപ്പം കഴിഞ്ഞ വർഷത്തെ നമുക്കിതിൻ്റെ ഒരു വെയിറ്റേജ് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ 3 ചാപ്റ്ററും ഞാൻ എടുക്കാനുള്ള കാരണം, ഇത് 3 ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഏകദേശം ഒരേപോലെ തന്നെയാണ് അല്ലേ? 3 പേര് നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററുകളാണ്. അതിപ്പം ഡി ആൻഡ് എഫ് ആണെങ്കിലും അതുപോലെ കോർഡിനേഷൻ ആണെങ്കിലും അമീൻസ് ആണെങ്കിലും എല്ലാ വർഷങ്ങളിലും തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഡി ആൻഡ് എഫിൽ 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കോർഡിനേഷൻ്റെ കാര്യവും. ഒരു വർഷം മാത്രമേ അതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അവിടെ 3 ക്വസ്റ്റ്യൻസ് തന്നെ വന്ന ചാപ്റ്ററാണ്. നേരെ മറിച്ച് അമീൻസ് നമ്മളെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തത്തില്ല. 2 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് അമീൻസ്. അപ്പോൾ ഇത് ഈ 3 ചാപ്റ്ററുകളിലും 2 ക്വസ്റ്റ്യൻസ് ആവറേജ് എല്ലാ വർഷങ്ങളിലും, അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു അനാലിസിസിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മുൻപോട്ടും നമ്മളെ നിരാശപ്പെടുത്താൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്താൻ സാധ്യത ഇല്ലാത്ത ചാപ്റ്ററുകളാണ് ഈ 3 എണ്ണവും. അപ്പോൾ നമുക്കിതിലെ ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ ഷെയർ ചെയ്തതുപോലെ തന്നെ ഇതിലെ കണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ കുറേയും കൂടി ഓർത്തിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നതും ഈ ഒരു കാര്യമാണ്. ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഓരോ ടോപ്പിക്കും എന്ന് പറഞ്ഞാൽ ഓരോ ഹെഡിങ്ങും, അതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്, അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ 1 by 1 ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിലും ആ ഹെഡിങ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വന്നോളും. അപ്പം നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ എടുക്കുവാണെങ്കിലും പ്രോപ്പർട്ടീസ് എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുവാണെങ്കിലും എല്ലാം ഏതൊക്കെയാണ് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഞാൻ അതിൻ്റെ ആദ്യം ക്യാരക്ടറിസ്റ്റിക്സിലേക്കാണ് പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, സാറേ അത് 10, 12, 14ഓളം ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് പോകുമ്പോൾ ആദ്യം ഈ പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് എത്ര സീരീസ് ഉണ്ട്? ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, തേർഡ് ട്രാൻസിഷൻ സീരീസ്, ഫോർത്ത് ട്രാൻസിഷൻ സീരീസ് അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ്, അതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? നിർബന്ധമായിട്ടും ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ എലമെന്റ് എങ്ങനെയാണെങ്കിലും കാണാതെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ളതും അറിയണം. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മെൽറ്റിംഗ് പോയിന്റും അറ്റോമൈസേഷനും അറ്റോമിക് റേഡിയൊക്കെ ഞാൻ മാറ്റി നിർത്തുവാണെങ്കിൽ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒന്നാമത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ട്രാൻസിഷൻ എലമെന്റ്സ് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. എന്തുകൊണ്ട്? അതാണ് അടുത്ത പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ NS ഇലക്ട്രോൺസ് മാത്രമല്ല N-1D ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണോ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഓർക്കേണ്ടത്. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഈ ടേബിളിലേക്ക് നമ്മൾ വന്നു. ഇത് ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടുവന്നല്ല, നമ്മുടെ NCERT-ലുള്ള സെയിം ടേബിൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. സ്കാൻഡിയത്തിൽ നിന്ന് മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടി ഇത് മാംഗനീസ് എത്തുമ്പോഴത്തേക്കും മാക്സിമം ആകും. പിന്നെ എന്ത് ചെയ്യുന്നത്? കുറയുക. അപ്പോൾ ഈ ഒരു ടേബിൾ എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചൊരു ഐഡിയ നമ്മുടെ കയ്യിൽ വന്നല്ലോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് നമ്മൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
That is, the highest oxidation state of transition elements are found in their compound with fluorine and oxygen. ആ പോയിന്റിന്റെ അർത്ഥം ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ട്രാൻസിഷൻ എലമെന്റ് അവരവരുടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൺസിഡർ ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ ഈ മാംഗനീസിനാണ് ഈ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി ഏതാണ്? +7. അതുപോലെ ക്രോമിയത്തിൻ്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +6 അല്ലേ? വനേഡിയത്തിൻ്റെ ഹയസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മുടെ മറുപടി? +5 അല്ലേ? അപ്പോൾ ഈ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആരുടെ കൂടെയാണ്? ഫ്ലൂറിൻ്റെയും ഓക്സിജൻ്റെയും കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സിലും അതുപോലെ തന്നെ ട്രാൻസിഷൻ മെറ്റൽ ഫ്ലൂറൈഡുകളിലുമാണ് ഈ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഫ്ലൂറിൻ ഹാവ് ദ എബിലിറ്റി ടു സ്റ്റെബിലൈസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദർ ഹയർ ലാറ്റേസ് എനർജി ആൻഡ് ബോണ്ട് എനർജി. കാരണം ഓൾറെഡി ഫ്ലൂറിൻ്റെ കേസിൽ സൈസ് ചെറുതല്ലേടാ. അപ്പോൾ ആ സൈസ് ചെറുതായതുകൊണ്ട് അതിൻ്റെ ലാറ്റേസ് എനർജിയും ബോണ്ട് എനർജിയും വളരെ കൂടുതലായതുകൊണ്ട് ഈ ഓക്സിജൻ ആറ്റത്തിനെ ശക്തമായിട്ട് അവന് പിടിച്ചു നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഫ്ലൂറൈഡുകളിൽ ട്രാൻസിഷൻ മെറ്റൽ ഫ്ലൂറൈഡുകൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്, ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇനി നേരെ മറിച്ച് ഓക്സിജന്റെ കേസിൽ ദ എബിലിറ്റി ഓഫ് ഓക്സിജൻ ടു സ്റ്റെബിലൈസ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഡ്യൂ ടു ദർ ടെൻഡൻസി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട് വിത്ത് ട്രാൻസിഷൻ മെറ്റൽസ്. p-d ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇൻ അക്വസ് മീഡിയം കുപ്രിക് അയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് കുപ്രസ് അയോൺ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. കോപ്പറിൻ്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് കോപ്പറിൻ്റെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? Cu2+ ഉണ്ട്, Cu+ ഉണ്ട്. നമ്മൾ നോർമലി ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഒന്ന് എഴുതി, 4s1 3d10. അതിൽ നിന്ന് Cu+ ആയിട്ട് മാറി. ഒരു ഇലക്ട്രോണിനെ ഞാൻ കളഞ്ഞു, അയോണൈസേഷൻ എനർജി കൊടുത്ത് ഒരു ഇലക്ട്രോണിനെ കളഞ്ഞ് Cu+ ആയിട്ട് മാറ്റുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s0 3d10. ഓക്കെ ആണല്ലോ? ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുകയാണ്? അടുത്തത് സെക്കൻഡ് അയോണൈസേഷൻ എനർജി കൊടുക്കുന്നു. അടുത്ത ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് അയോണൈസേഷൻ എനർജി കൊടുക്കുന്നു. ഇവിടെ ഞാൻ കൊടുത്തത് ഫസ്റ്റ് അയോണൈസേഷൻ എനർജി ΔHI1 എന്ന് കൊടുത്താൽ പോരെ. ഇനി അടുത്ത ഞാൻ കൊടുക്കുന്നുണ്ടല്ലോടാ, സെക്കൻഡ് അയോണൈസേഷൻ എനർജി കൊടുത്ത് അടുത്ത ഇലക്ട്രോണിനെയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുക. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ Cu2+ ആയിട്ട് മാറി. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ വരുന്നത്? 4s0 3d9 അല്ലേ? ഞാൻ ഒരൊറ്റ കാര്യമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഈ Cu+ഉം Cu2+ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? സാറേ, യാതൊരു സംശയമില്ല, 4s0 3d10 അവനാണ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അവനായിരിക്കും Cu2+നേക്കാളും സ്റ്റേബിൾ. പക്ഷേ അക്വസ് മീഡിയത്തിൽ വരുമ്പോഴുണ്ടല്ലോടാ, ഇതല്ല കാര്യം. അക്വസ് മീഡിയത്തിലേക്ക് വരുമ്പോൾ ചെറിയ ആൾക്ക് ഹൈഡ്രേഷൻ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം വാട്ടർ മോളിക്കൂൾ എല്ലാം ചുറ്റും കൂടുന്നത് കൊണ്ട് റിലീസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എനർജി എന്ന് പറയുന്നത്. അത് എപ്പോഴും ചെറിയ ആൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ Cu2+ൻ്റെ കേസിൽ ആ ഹൈഡ്രേഷൻ എനർജി കൂടുതലായതുകൊണ്ട് അക്വസ് മീഡിയത്തിൽ എപ്പോഴും സ്റ്റെബിലിറ്റി Cu+നേക്കാളും കൂടുതൽ Cu2+നായിരിക്കും. NCERT ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദ ഹയർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് Cu2+ almost compensate second ionization energy for the formation of Cu2+. അതായത് Cu2+ ഉണ്ടാകാൻ വേണ്ടിയുള്ള സെക്കൻഡ് അയോണൈസേഷൻ എനർജീനെ ഏകദേശം ആര് കോമ്പൻസേറ്റ് ചെയ്ത് കളഞ്ഞോളും? ഈ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന Cu2+ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ എനർജി അത് കോമ്പൻസേറ്റ് ചെയ്തോളും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് Cu2+ഉം Cu+ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ Cu+നേക്കാളും സ്റ്റേബിളാണ് Cu2+ അക്വസ് മീഡിയത്തിൽ വരുന്നത് എന്നുള്ളത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ഓക്സിജൻ ടു എക്സിബിറ്റ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. അതായത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ സാധിക്കുന്ന 2 ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്? ഓക്സിജനും ഫ്ലൂറിനും അല്ലേ? പക്ഷേ ഓക്സിജൻ്റെ കഴിവ് ഫ്ലൂറിനേക്കാളും വളരെ കൂടുതലാണ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ മോർ സ്റ്റേബിൾ വിത്ത് ഓക്സൈഡ്സ് റാദർ ദാൻ ഫ്ലൂറിൻ. കാരണം മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. Cu2+ ഇൻ അക്വസ് സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് Cu+. ഡ്യൂ ടു എന്തുകൊണ്ടാണ്?
ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ആൻസർ ചെയ്യാം. സാറേ അത് ഹൈഡ്രേഷൻ എനർജി കൂടുതലായതുകൊണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, നെക്സ്റ്റ് കളർ ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ കളേർഡ്. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ് എന്ന് പറയുന്നത്? ഒറ്റ വാക്ക്, ഡ്യൂ ടു ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയും നിങ്ങൾ. ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? The electrons present in the lower energy d orbitals get excited to higher energy d orbital. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അവിടെ നമ്മൾ ലോവർ എനർജി ഡി ഓർബിറ്റൽ ഏതാത് ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് സെഡ് ഡി എക്സ് സെഡ് ഡി വൈ സെഡ്. ഓക്കെ, ഡി എക്സ് വൈ ഡി വൈ എക്സ് സെഡ് ഡി വൈ സെഡ്. അവിടെയുള്ള ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുകയാണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് തൊട്ട് മുകളിലുള്ള നിങ്ങോട്ടേക്ക് നോക്കിക്കുക നിങ്ങൾ, തൊട്ട് മുകളിലുള്ള ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി ഇസഡ് സ്ക്വയറിലേക്ക് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇതാ ഇവിടെ ഡി ഇസഡ് സ്ക്വയറിലേക്ക് എന്ത് ചെയ്യുകയാണ്? എക്സൈറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സൈറ്റേഷൻ നടക്കുന്നു, ഡി എക്സൈറ്റേഷൻ നടക്കുന്നു. അവിടെ റിലീസ് ചെയ്യുന്ന എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ രൂപത്തിൽ വിത്ത് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. അങ്ങനെ ഡിഫറൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്തിൽ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിസിബിൾ റീജിയണിൽ വരുന്നത് കൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ്. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഇത്രയും നമ്മൾ ഓർത്തിരിക്കേണ്ട, ഞാനത് കാര്യം മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡി ഡി ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഈ ലോവർ എനർജി ഡി ഓർബിറ്റൽസിൽ ആരുണ്ടായിരിക്കണം? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൽ ആരാണ് കളർ എക്സിബിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാത്രം അവിടെ ചെയ്താൽ മതി? അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് ഉള്ളത് എവിടെയാണോ അവിടെ ആയിരിക്കും എന്ത് ഉള്ളത്? കളർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് ഫോർമേഷൻ. Transition elements have the ability to form interstitial compounds, that is ഡ്യൂ ടു ദർ ക്രിസ്റ്റൽ ലാറ്റീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ മെറ്റൽസിലുണ്ടല്ലോ നമ്മളെ ഈ ട്രാൻസിഷൻ മെറ്റൽസിലുള്ള ആറ്റംസ് എല്ലാം കൃത്യമായിട്ട് ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റാണ്. അതായത് നമ്മളിങ്ങനെ അടുക്കി വെക്കുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ആപ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ആപ്പിൾ നമ്മളൊരു ബോക്സിലേക്ക് അടുക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആപ്പിൾ ആദ്യത്തെ ഒരു ലെയർ ഫോം ചെയ്യും, പിന്നെ അടുത്ത ആപ്പിളിൻ്റെ ലെയർ ഫോം ചെയ്യും. എന്നാലല്ലേ ആ ബോക്സിൽ കൃത്യമായിട്ട് അത് അടുക്കിയിരിക്കത്തുള്ളൂ. എല്ലാ ആപ്പിളും നമുക്ക് അതിലേക്ക് പാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആപ്പിളിൻ്റെ രണ്ടാമത്തെ ലെയർ ഫോം ചെയ്തു, പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ആപ്പിൾ അടുക്കി വെച്ച് മൂന്നാമത്തെ ലെയർ ഫോം ചെയ്തു, പിന്നെ നാലാമത്തെ ലെയർ ഫോം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ആപ്പിളുകൾക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ, ഫ്രീ സ്പേസ്. ആ ഫ്രീ സ്പേസിനെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ വോയിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ട്രാൻസിഷൻ മെറ്റലിൻ്റെ അകത്തും. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത് കൊണ്ട് ഡ്യൂ ടു ദ ലാറ്റേസ് അറേഞ്ച്മെന്റ് ട്രാൻസിഷൻ എലമെന്റ്സ് ഹാവ് ദ എബിലിറ്റി ടു ട്രാപ്പ് സ്മോളർ ആറ്റംസ് സച്ച് ആസ് ഹൈഡ്രജൻ, ബോറോൺ, കാർബൺ, നൈട്രജൻ എക്സെട്ര ഇൻ ദർ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ഓർ ഇന്റർസ്റ്റീഷ്യൽ വോയിഡ്. Result in the formation of interstitial compound. Such type of interstitial compounds are neither typically ionic nor covalent. അത് അയോണിക്കും ആയിരിക്കത്തില്ല, കോവാലൻറ്റും ആയിരിക്കത്തില്ല. കാരണം അവിടെ ഒരു അയോണിക് ഈ ട്രാപ്പ് ചെയ്തിരിക്കുന്ന സ്മോളർ ആറ്റംസ് ഉണ്ടല്ലോ, അതൊരിക്കലും അവിടെ ഒരു അയോണിക് ബോണ്ടോ കോവാലൻ്റ് ബോണ്ടോ അങ്ങനെയൊന്നും ഫോം ചെയ്യുന്നില്ല. അത് അതിനുള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വണ്ടറായി പോകുന്നത്. സാറ് MN4N ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു കോമ്പൗണ്ട്. ടൈറ്റാനിയം കാർബൈഡ്, ഇതാണ് ഇതിൻ്റെ ഫോർമുല. Fe3H. ഈ വനേഡിയം ഹൈഡ്രൈഡ് 0.56, ടൈറ്റാനിയം ഹൈഡ്രൈഡ് 1.7. കാരണം ഇതെല്ലാം നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ടാണ്. അയോണിക്കും അല്ല കോവാലൻറ്റും അല്ല എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോഷിയോമെട്രിക്. ആ റേഷ്യോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, കാരണം ഇത് ചുമ്മാ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ആറ്റം ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇവിടെ കണ്ടിരിക്കുന്ന ഫിഗർ നിങ്ങൾ നോക്കിക്കേ, ആ ഡാർക്ക് കളറിൽ കാണുന്നില്ല, അതൊക്കെ ചെറിയ ആറ്റങ്ങൾ ആ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നതാണ്? ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾക്ക് ഒരു പ്രത്യേകതകൾ കുറച്ചുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് ഞാനിവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ തന്നിരിക്കുന്നത്. ദേ ആർ നോൺ സ്റ്റോഷിയോമെട്രിക് ഇൻ നേച്ചർ, നെയ്തർ ടിപ്പിക്കലി അയോണിക് നോർ കോവാലന്റ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ്. They have very high melting point, higher than those of pure metals. They are very hard. They retain metallic conductivity. They are chemically inert. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതല്ല, ഇതിൽ കൂടുതലുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പോലും ഞാൻ പറഞ്ഞ ആ ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. നമ്മൾ ആ ഓരോ ഹെഡിങ്ങും കൃത്യമായിട്ട് ഓർക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കളറ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ഫോർമേഷൻ, ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റുകൾ ഓർത്തിരുന്ന് നമ്മളത് പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീകോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക.
ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് ട്രാൻസിഷൻ എലമെൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളുണ്ട്. ഏതൊക്കെയാണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വിത്ത് ഫോർമുല K2Cr2O7. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ക്രൊമൈറ്റോർ. നോക്കിക്കുക, ഫോർമുല നോക്കിക്കുക, FeOCr2O3, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം, FeCr2O4, ക്രൊമൈറ്റോർ, അല്ലെങ്കിൽ ഫെറോക്രോം, ക്രോം അയൺ എന്നൊക്കെ നമ്മളിതിനെ വിളിക്കാറുണ്ട്. ക്രൊമൈറ്റോർ എന്ന് നമ്മൾ ഓർത്തിരുന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടിയിലേക്ക് ഞാൻ പോകുന്നില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കേസിലും അതേപോലെ തന്നെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രിപ്പറേഷൻസ് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണ്. ഈ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റിലെ ചെറിയൊരു കാര്യം നമ്മളത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മറുപടി ഉള്ളൂ. എങ്ങനെയാണ്? ഫ്രം പൈറോളുസൈറ്റ്, ദാറ്റ് ഈസ് MnO2, മാംഗനീസ് ഡയോക്സൈഡ്. അതിൻ്റെ ആ മാംഗനീസ് ഡയോക്സൈഡ് ഓരോ ഫോമിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈറോളുസൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഫ്യൂസ്ഡ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എയർ ഓർ ഓക്സിജൻ. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ പൈറോളുസൈറ്റിനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഫ്യൂസ് ചെയ്യുന്നു. റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗ്രീൻ കളേർഡ് പൊട്ടാസ്യം മാംഗനേറ്റ്. ആദ്യം നമുക്ക് കിട്ടുന്നത് ഗ്രീൻ കളേർഡ് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ് കിട്ടുന്നത്. പൊട്ടാസ്യം മാംഗനേറ്റ്, പെർമാംഗനേറ്റ് അല്ല, പൊട്ടാസ്യം മാംഗനേറ്റ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഫോർമുല എന്താ വരുന്നത്? K2MnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു? KMnO4 ആയിരുന്നു. ഇവിടെ ആ ഒരു ചെറിയൊരു വ്യത്യാസം തിരിച്ചറിയണം കേട്ടോ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദിസ് പൈറോളുസൈറ്റ് പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ട് മാറി. ദിസ് ഗ്രീൻ കളേർഡ് പൊട്ടാസ്യം മാംഗനേറ്റ് K2MnO4 അഥവാ MnO4 പൊട്ടാസ്യം മാംഗനേറ്റ് അല്ലെങ്കിൽ മാംഗനേറ്റ് അയോണ് ഇൻ അസിഡിക് മീഡിയം അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ ടു ഗീവ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നോക്കിക്കേ, MnO4- അല്ലെങ്കിൽ KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പെർമാംഗനേറ്റ് അയോൺ ഏതാ? കളർ ഏതാ? പർപ്പിൾ കളർ. അപ്പോൾ ശരിക്കും ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പറേഷനിൽ ഗ്രീൻ കളേർഡ് പൊട്ടാസ്യം മാംഗനേറ്റ്, അതും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിനെ നമ്മൾ അസിഡിക് മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? പർപ്പിൾ കളേർഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റിയാണ് കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ലബോറട്ടറിക്കൽ പ്രിപ്പറേഷൻ. കൊമേഴ്സ്യലി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആൽക്കലൈൻ ഓക്സിഡേറ്റീവ് ഫ്യൂഷൻ. Prepared by this alkaline oxidative fusion of pyrolusite followed by electrolytic oxidation of manganate. ആ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് കൊമേഴ്സ്യൽ പ്രിപ്പറേഷനിൽ. ഓക്കെ, അതുപോലെ തന്നെ ലാബോറട്ടറിക്കൽ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം പെറോക്സോ ഡൈസൾഫേറ്റ്, മാംഗനീസ് സാൾട്ട് Mn2+. നിങ്ങൾ കണ്ടില്ല അവിടെ മാംഗനീസ് സാൾട്ട് ഓൺ റിയാക്ഷൻ വിത്ത് പെറോക്സോ ഡൈസൾഫേറ്റ്. ഫോർമുല ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കേ, S2O8 പെറോക്സോ ഡൈസൾഫേറ്റ് ടു ഗീവ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഓർക്കാനുണ്ട്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, കുറച്ചും കൂടെ ഉറക്കം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ അവിടെ സേവ് ആയിക്കോളും. പെറോക്സോ ഡൈസൾഫേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ Mn2+ മാംഗനീസ് സാൾട്ട്. ഇനി നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എഫ് ബ്ലോക്ക് എലമെൻസ് അതർവൈസ് കോൾഡ് ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻസ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് പ്രത്യേകത എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് ആർ അക്കോമഡേറ്റഡ് ടു D അറ്റോമിക് ഓർബിറ്റൽസ് അല്ല, F അറ്റോമിക് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ പെനാൾട്ടിമേറ്റ് അല്ല, ആൻറ്റി പെനാൾട്ടിമേറ്റ് ഷെല്ല് with a general outer electronic configuration of N-2F 1 to 14, N-1D 0 to 1 NS2. അപ്പോൾ നിങ്ങൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഷെല്ലെന്ന് പറയുന്നത് ഏതാ? അൾട്ടിമേറ്റ് ഷെല്ല. N-1 ഷെല്ലെന്ന് പറയുന്നത് ഏതാ? തൊട്ട് പുറകിലുള്ള ഷെല്ല്, പെനാൾട്ടിമേറ്റ് ഷെല്ല്. അതിനും തൊട്ട് പുറകിലുള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റി പെനാൾട്ടിമേറ്റ് അഥവാ പ്രീ പെനാൾട്ടിമേറ്റ് ഷെല്ല്. ആ പ്രീ പെനാൾട്ടിമേറ്റ് അഥവാ ആൻറ്റി പെനാൾട്ടിമേറ്റ് ഷെല്ലിലുള്ള എഫ് ഓർബിറ്റൽസിലേക്ക് വാലൻസ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്.
4f സീരീസ് ആൻഡ് 5f സീരീസ് അത് വേറെ ഒന്നുമില്ലടാ. വാലൻസ് ഇലക്ട്രോൺസ് 4f അറ്റോമിക് ഓർബിറ്റൽസിലേക്കാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്കിൽ 4f സീരീസ്, 5f അറ്റോമിക് ഓർബിറ്റൽസിലേക്കാണ് വാലൻസ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നതെങ്കിൽ 5f സീരീസ്. 4f സീരീസ് ആർ ഓൾസോ കോൾഡ് ആസ് ലാൻതനൈഡ്സ് ഓർ റെയർ എർത്ത് എലമെന്റ്സ് ബിക്കോസ് 4f സീരീസ് ആർ 14 എലമെന്റ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലന്താനം. ലന്താനം കഴിഞ്ഞ് ഉടനെ വരുന്ന 14 എലമെന്റുകളെയാണ് നമ്മൾ ലാൻതനൈഡ്സ് എന്ന് പറയുന്നത്. ലന്താനം കഴിഞ്ഞ് ഉടനെ വരുന്ന സീറിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം, പ്രൊമിത്തിയം, സമേറിയം, യൂറോപ്പിയം, ഗഡോലീനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഹോൾമിയം, ഇർബിയം, തുലിയം, ഇട്ടർബിയം, ലുട്ടീഷ്യം. ഞാനിവിടെ കാണിക്കുന്നില്ല, എലമെന്റുകൾ നോക്കി പഠിച്ചോണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത് ആരാ? 5f സീരീസ് എന്ന് പറയുന്നത് ആരാ? അതും 14 എലമെന്റ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആക്ടീനിയം. ആക്ടീനിയം കഴിഞ്ഞ് ഉടനെ വരുന്ന 14 എലമെന്റുകൾ. ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന തോറിയം, പ്രൊട്ടാക്ടീനിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമരേഷ്യം, ക്യൂരിയം, ബെർക്കിലിയം, കാലിഫോണിയം, എൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലീവിയം, നോബിലിയം, ലോറൻഷ്യം. അപ്പോൾ ഈ 14 എലമെന്റുകളാണ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ ലന്താനം ഏത് ഗ്രൂപ്പ് എലമെന്റ് അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് എലമെന്റ്സാ? ആക്ടീനിയം ഏത് ബ്ലോക്ക് എലമെന്റ്സാ? ആക്ച്വലി അവർ ഡി ബ്ലോക്ക് എലമെന്റ്സ് തന്നെ, അതിൽ ഡൗട്ടൊന്നുമില്ല. കാരണം അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഡി ഓർബിറ്റലിലേക്ക് തന്നെയാണ്. അതിൽ നിങ്ങൾ യാതൊരു സംശയം കാണിച്ചേക്കരുത്. അവർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പക്ഷേ അവരുടെ പ്രോപ്പർട്ടീസും കൂടുതൽ സിമിലാരിറ്റി ആരോട് കൂടിയാണ്? മറ്റ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ അവരെ ആരുടെ കൂടെ തന്നെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ദേ ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ബിക്കോസ് ദർ വാലൻസ് ഇലക്ട്രോൺസ് ആർ അക്കോമഡേറ്റഡ് ടു ഡി അറ്റോമിക് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ ദ പെനാൾട്ടിമേറ്റ് ഷെല്ല്. ഓക്കെ, നെക്സ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാൻതനൈഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാൻതനൈഡ്സ് ആർ +3. അതുപോലെ തന്നെ ഇൻ യൂറോപ്പിയം ആൻഡ് ഇട്ടർബിയം ഇൻ അഡീഷൻ ടു +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദേ പോസസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. യൂറോപ്യത്തിൻ്റെയും ഇട്ടർബിയത്തിൻ്റെയും കേസിൽ. സീറിയത്തിൻ്റെയും ടെർബിയത്തിൻ്റെയും കേസിൽ ഇൻ അഡീഷൻ ടു +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദേ എക്സിബിറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷേ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി ഏത് തന്നെയാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ മറുപടി, സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂറോപ്പിയവും ഇട്ടർബിയവും നിങ്ങൾ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എടുത്തോ. യൂറോപ്പിയവും ഇട്ടർബിയവും നമ്മൾ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്തു. യൂറോപ്പിയവും ഇട്ടർബിയവും അവർ ആരായിട്ട് മാറാനുള്ള ടെൻഡൻസി ആയിരിക്കും? 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസിയാണ്. ഓക്സിഡേഷൻ നടത്തുന്ന ആൾക്കാരെല്ലാം ആരായിരിക്കും? റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അതേപോലെ തന്നെ സീറിയോൺ ടെർബിയോ നിങ്ങൾ എടുത്തോ. ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്? 3+ ഉണ്ട്, 4+ ഉണ്ട്. പക്ഷേ സീറിയോൺ ടെർബിയോ ഉണ്ടല്ലോടാ, 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആരായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്? 3+ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം അവന്മാരാണല്ലോ കൂടുതൽ സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ അവർ ആരായിട്ട് ആക്ട് ചെയ്യും? റിഡക്ഷൻ നടത്തുന്നത് കൊണ്ട് ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. അതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. യൂറോപ്പിയവും ഇട്ടർബിയവും 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റും, സീറിയോൺ ടെർബിയവും 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റും. ഓക്കെ, സിമിലർലി while we consider in the case of oxidation state of actinoids, actinoids show variable oxidation state. നോക്കിക്കുക, നിങ്ങൾ NCERT തന്നിരിക്കുന്നതാണ്. ആക്ടിനോയിഡ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്ന ആൾക്കാർ നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയമാണ്. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയമാണ് ഹയർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റും അവിടെ പൊസസ് ചെയ്യുന്നത്. നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ് ലാൻഡ്രോയിഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിനോയിഡ്സിൻ്റെ കേസിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ഈ ലാൻഡ്രോയിഡ്സിൻ്റെ കേസിൽ അങ്ങനെ ഒരു വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. 1-2 ആൾക്കാർ 2ൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ 1ൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആക്ടിനോയിഡ്സിൻ്റെ കേസിൽ മിക്ക ആൾക്കാരും എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് NCERT തന്നിരിക്കുന്നത് ഡ്യൂ ടു ദ കമ്പയറബിൾ എനർജി ഓഫ് 7s 6d ആൻഡ് 5f ഓർബിറ്റൽസ്. അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു 7s ഓർബിറ്റൽ 6d ആൻഡ് 5f ഓർബിറ്റൽസ് ആർ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് 7sൽ 2 ഇലക്ട്രോൺ അല്ലടാ, 6dയിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ ഏകദേശം 1 ഇലക്ട്രോണാണ്. ഇത് രണ്ടും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ് വരേണ്ടത്. പക്ഷേ ഈ
5 ഓഫ് ഓർബിറ്റൽസിൻ്റെ ഉള്ള ഇലക്ട്രോൺസും അതിൻ്റെ എനർജിയും ഈ 6Dയും 7s ആയിട്ട് ഏകദേശം ഒരേപോലെ വരുന്നത് കൊണ്ട് 7sലും 6Dയിലും ഉള്ള ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൂടാതെ ഈ 5 ഓഫ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വേരിയബിൾ ഓക്സിഡേറ്റഡ് സ്റ്റേറ്റ് കാണിക്കുന്നത്. കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓക്സിഡേറ്റഡ് സ്റ്റേറ്റുകളുടെ നമ്പറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്തിരുന്നോണം, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ. Landride contraction is nothing but it is a steady decrease in their atomic radii when we move from lanthanum to lutetium. അത് ആ ഗ്രാഫ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദി ഇംപ്രോപ്പർ ഷീൽഡിംഗ് ഓഫ് 4 ഓഫ് ഇലക്ട്രോൺസ് അൺഎബിൾ ടു കൗണ്ടർ ബാലൻസ് ദ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേ കാര്യം തന്നെയാണ് ആക്ടിനോഡ് കോൺട്രാക്ഷൻ്റെ കേസിലും വരുന്നത്. ദർ ഇസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ ദർ അറ്റോമിക് റേഡിയ ഫ്രം ആക്ടീനിയം ടു ലൗറൻഷ്യം. അതിൻ്റെ റീസൺ എന്ത് തന്നെയാണ്, ഇംപ്രോപ്പർ ഷീൽഡിംഗ് ഓഫ് 5 ഓഫ് ഇലക്ട്രോൺസ്. ഇനി NCERT തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആക്ടിനോഡ് കോൺട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഫ്രം എലമെന്റ് ടു എലമെന്റ് ദാൻ ലാൻഡ്രൈഡ് കോൺട്രാക്ഷൻ. എന്താ റീസൺ എന്നറിയാവോ? നമ്മൾ ലാൻഡ്രൈഡ് കോൺട്രാക്ഷനും ആക്ടിനോഡ് കോൺട്രാക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിനോഡ് കോൺട്രാക്ഷൻ ആണ് കൂടുതൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റുകൾ തമ്മിലുള്ള കോൺട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആക്ടിനോഡ്സിൻ്റെ കേസിലാണ്. ഒറ്റ കാര്യമുള്ളൂ, ഷീൽഡിംഗ് പവർ 4 ഓഫിനേക്കാളും വളരെ വളരെ കുറവാണ് 5 ഓഫ് ഓർബിറ്റൽസിൻ്റെ കേസിൽ. 5 ഓഫ് ഓർബിറ്റൽസ് ഹാവ് എ വെരി പുവർ ഷീൽഡിംഗ് ആസ് കമ്പയർഡ് ടു 5 ഓഫ് ഓർബിറ്റൽസ്, ആസ് കമ്പയർഡ് ടു 4 ഓഫ് ഓർബിറ്റൽസ്. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാവോ? ദ കറക്റ്റ് ഓർഡർ ഓഫ് അയോണിക് റേഡിയ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഓർഡർ പെട്ടെന്ന് നോക്കിക്കേ. ഒന്നുമില്ല, കണ്ണടച്ച് നോക്കി വെച്ചാൽ മതി, ആൻസർ ആയോടെ. കാരണം എന്നാ, അല്ല ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കണ്ണടക്കണം. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എടാ താഴെ എന്നല്ല, എലോങ് ദ സീരീസ് സ്റ്റഡി ഡിക്രീസ് ഇൻ ദർ അറ്റോമിക് റേഡിയ ആണല്ലോ. അപ്പോൾ ലന്താനം കൂടുതലാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന സീറിയം കുറവാണ്, അത് കഴിഞ്ഞ് വരുന്ന പ്രസിയോഡയും എന്തായിരിക്കും, അതിലും കുറവായിരിക്കും. അപ്പോൾ ഓർഡർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1 അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പോകുന്നുണ്ടല്ലോടാ കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്കാണ്. നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. വളരെയധികം ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. കുറച്ചും കൂടെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ അതും വളരെയധികം ഈ D&F പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പോൾ ഇതിലും ഞാൻ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിലേക്ക് പോകാതെ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റൂൾസ് ഫോർ നെയിമിംഗ് കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്കാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഫൈനലി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്, ഈ CFTയിലേക്കും അതുപോലെ തന്നെ ഐസോമെറിസവും അതുപോലെ തന്നെ നെയിമിംഗ്, ഈ 3 കാര്യങ്ങളിലാണ് ഞാൻ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെയിമിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ നെയിമിങ്ങിൽ ഓർഡർ ഓഫ് നെയിമിംഗ് അയോൺസ്, കാറ്റോൺ നെയിം ചെയ്തതിന് ശേഷം മാത്രമേ ആനിയോൺ നെയിം ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത് ഓർത്തിരിക്കേണ്ടത്. രണ്ടാമത്, നോൺ അയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ നെയിം റിട്ടൺ ഇൻ 1 വേർഡാണ്. നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്പിയർ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നെയിം ഓഫ് ദ ലിഗാൻഡ്. കോർഡിനേഷൻ സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള ആൾക്കാരില്ലേ, അവരെ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ലിഗാൻഡ് നെയിം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെൻട്രൽ ആറ്റം നെയിം ചെയ്യാൻ പാടുള്ളൂ. സെൻട്രൽ ആറ്റം നെയിം ചെയ്ത ഉടനെ ഓക്സിഡേഷൻ നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ പാരാന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിനുള്ളിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യണം ഇൻ റോമൻ ന്യൂമറലിലായിരിക്കണം നമ്മൾ ഓക്സിഡേഷൻ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ലിഗാൻഡ്, പിന്നെ സെൻട്രൽ ആറ്റം, പിന്നെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽ, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ നെയിമിംഗ് ലിഗാൻഡ്സ് ആണ്. ഇതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ ആ ലിഗാൻഡിൻ്റെ പേര് പറയുമ്പോൾ അവസാനമുള്ള എൻ്റെ നമ്മൾ ഏതുപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം, O ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ആദ്യത്തെ ലിഗാൻഡ് ഏതാ? CH3COO-. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്ത് പറയും? സാറേ അത് അസിറ്റേറ്റ് ആണെന്ന് പറയും. അപ്പോൾ അസിറ്റേറ്റിൻ്റെ എൻ്റെ ഇല്ലേ, അത് നിങ്ങൾ ഏത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം? O ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. അതാണ് അസിറ്റേറ്റോ. രണ്ടാമത് SCN-, തയോസൈനേറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ അവനെ എങ്ങനെ വേണം പറയാൻ വേണ്ടി? തയോസൈനേറ്റോ എന്ന് വേണം പറയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ എൻ്റെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്തോണം, നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിൽ O ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. പക്ഷേ നേരെ മറിച്ചുണ്ടല്ലോ, ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എൻഡിങ് നടത്തേണ്ടത്? IUM ഉപയോഗിച്ചായിരിക്കണം എൻഡിങ് നടത്തേണ്ടത്. IUM നോക്കിക്കേ, NO2+, നൈട്രോണിയം.
അതുപോലെ NO+, നൈട്രസോണിയം, ഹൈഡ്രസീനിയം, അങ്ങനെ IUM ഉപയോഗിച്ചായിരിക്കണം പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡിൻ്റെ കേസിൽ എൻഡ് ചെയ്യേണ്ടത്. ന്യൂട്രൽ ലിഗാൻഡിൻ്റെ കേസിൽ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എൻഡിങ് ഒന്നുമില്ല. H2O അക്വ, NH3 അമീൻ, NO നൈട്രോസിൽ, CO കാർബണിൽ, C6H5 ഫീനൈൽ, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിൽ എൻ്റെ ഈ O ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യണം. പോസിറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്? IUM ഉപയോഗിച്ചായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. മറ്റേ ആൾക്ക് ന്യൂട്രൽ ലിഗാൻഡിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക്സ് എൻഡിങ് ഒന്നും ഇല്ല. ഓക്കെ. പിന്നെയുള്ളത് എൻഡിങ് ദ നെയിംസ് ഓഫ് സെൻട്രൽ ആറ്റം. അതായത് ആനയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ സെൻട്രൽ ആറ്റം ഷുഡ് ബി എൻഡ് ഇൻ 8 ATE ഇൻ ലാറ്റിൻ നെയിം. ലാറ്റിൻ നെയിമിൽ 8 ആയിരിക്കണം. ഇപ്പം ഫെറം എന്ന് പറഞ്ഞ സെൻട്രൽ ആറ്റം അയൺ ഫെറം അല്ലേ, അപ്പോൾ അത് എങ്ങനെ വേണം എൻഡ് ചെയ്യാൻ വേണ്ടി? ലാറ്റിൻ നെയിം ഫെറമാണ്, അത് എങ്ങനെ വേണം എൻഡ് ചെയ്യാൻ വേണ്ടി? ഫെറൈറ്റ്, കുപ്രൈറ്റ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ. കാറ്റോണിക് കോംപ്ലക്സ് ആണെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എൻഡിങ് ഒന്നും ഇല്ല. ന്യൂട്രൽ കോംപ്ലക്സിലും അങ്ങനെ തന്നെ. ആനയോണിക് കോംപ്ലക്സിൽ മാത്രമേ സെൻട്രൽ ആറ്റം ലാറ്റിൻ നെയിമിൽ 8 എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓർ നെയിമിംഗ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആരായിരുന്നു? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ഹാവിംഗ് 2 പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മോർ ദാൻ 1 പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഈസ് കൺസിഡേർഡ് ആസ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് ഒരേ സമയത്ത് ഒരാറ്റം മാത്രമേ സെൻട്രൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് വരുന്ന മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് വരികയാണെങ്കിൽ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സിമ്പിൾ ത്രൂ വിച്ച് ഇറ്റ് കോർഡിനേറ്റ്. ഇപ്പം NO2 എന്ന് പറയുന്നത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. NO2-ൽ നൈട്രജൻ ഉപയോഗിച്ച് സെൻട്രൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യാം, അതേപോലെ തന്നെ ഓക്സിജൻ ആറ്റമായിട്ട് സെൻട്രൽ ആറ്റം ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാം. നൈട്രജൻ ആറ്റം ഉപയോഗിച്ചാണ് സെൻട്രൽ ആറ്റമായിട്ട് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പറഞ്ഞോണം? N എന്ന് പറഞ്ഞ് ലെറ്റർ അവിടെ സ്പെസിഫൈ ചെയ്തോണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നെയിമിങ്ങിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. ഇനി O ഉപയോഗിച്ചാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ ആ ലെറ്റർ അവിടെ, ആ ആൽഫബറ്റ് അവിടെ സ്പെസിഫൈ ചെയ്തോണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 2-3 എക്സാമ്പിളുകൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതാ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആനോണിക് പാർട്ടും ഉണ്ട്, Cl- ആനോണിക് പാർട്ടാണ്, മറ്റേത് കാറ്റോണിക് പാർട്ടാണ്. അപ്പോൾ എപ്പോഴും പറഞ്ഞു ഒരു അയോണിക് കോംപ്ലക്സിൽ കാറ്റോൺ നെയിം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആനോൺ നെയിം ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ കാറ്റോണിക് പാർട്ട് ആയിരിക്കണം ആദ്യം നെയിം ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർഡിനേഷൻ സ്പിയറിലുള്ള ആൾക്കാരായിരിക്കണം ആദ്യം നെയിം ചെയ്യേണ്ടത്. കോർഡിനേഷൻ സ്പിയറിലുള്ള ആൾക്കാരെ നെയിം ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്ന് നമ്മൾ പറഞ്ഞത്? ലിഗാൻഡ് നെയിം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ ആറ്റം നെയിം ചെയ്യുക, അതിനുശേഷം ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പാരന്തസിസിൽ കൊടുക്കുക അല്ലേ. അപ്പോൾ ലിഗാൻഡ് നെയിം ചെയ്യുന്നു. ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ലിഗാൻഡ് നെയിം ചെയ്യേണ്ടത്. അമീനും ഉണ്ട്, അക്വയും ഉണ്ട്. അപ്പോൾ ആദ്യം ഏതാ പറയേണ്ടത്? അമീൻ അല്ലേ. എത്ര അമീൻ ഉണ്ട്? 4 അമീൻ. അപ്പോൾ ടെട്രാമീൻ. അക്വ ഒരാളേ ഉള്ളൂ, അക്വ. കൊബാൾട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്നു, കൊബാൾട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ അവിടെ അയോണൈസേഷൻ സ്പിയറിൽ, അതായത് കോർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ അയോണൈസേഷൻ സ്പിയർ എന്ന് പറയുന്നത്. അയോണൈസേഷൻ സ്പിയറിൽ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും അതിൽ നമ്പർ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നും കൂടെ പേരൊന്ന് എഴുതി നോക്കിക്കേ. ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. ടെട്രാ അമീൻ, അക്വ, കൊബാൾട്ട്, ഓക്സിഡേഷൻ നമ്പർ പാരന്തസിസിൽ കൊടുത്തു, കൊബാൾട്ട് 3, അയോണൈസേഷൻ സ്പിയറിലുള്ള ആൾ ക്ലോറൈഡ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ അടുത്തത് നോക്കിക്കട നിങ്ങൾ. നമ്മൾ പോസിറ്റീവ്ലി കാറ്റോണിക് പാർട്ടും ഉണ്ട്, ആനോണിക് പാർട്ടും ഉണ്ട്. ഇവിടെ 2+, ഇവിടെ 2-. അപ്പോൾ ആദ്യം കാറ്റോൺ അല്ലേ നെയിം ചെയ്യേണ്ടത്? കാറ്റോണിൽ 2 പൊട്ടാസ്യം, അപ്പോൾ ഡൈ പൊട്ടാസ്യം എന്ന് പറയണോ? വേണ്ട. കാറ്റോണിക് പാർട്ട് അയോണൈസേഷൻ സ്പിയറിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് അവിടെ നമ്പർ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ വേണം പറയാൻ വേണ്ടി? പൊട്ടാസ്യം, ടെട്രാ, സയനൈഡ് അല്ല, അപ്പോൾ സൈനിഡോ. O ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത്, കാരണം Cn- നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ്, സൈനിഡോ. ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നിക്കലേറ്റ്, കാരണം ആനോണിക് കോംപ്ലക്സ് ആണെങ്കിൽ നിക്കലേറ്റ് എന്ന് പറഞ്ഞ് നെയിം ചെയ്യാൻ പാടുള്ളൂ, വിത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2. ഓക്കെ. ഇനി വീണ്ടും അടുത്തത് കാറ്റോണിക് പാർട്ട്. ഇത് 3-, ഇവൻ 3+. കാറ്റോണിക് പാർട്ട് ആദ്യം നെയിം ചെയ്യുന്നു. അതിൽ ലിഗാൻഡ് എന്ന് പറയുന്നത് എഥിലിൻ ഡൈഅമീൻ. 3 എഥിലിൻ ഡൈഅമീൻ ഉണ്ട്. ഡൈ ഓൾറെഡി എഥിലിൻ ഡൈഅമീനിലുള്ളത് കൊണ്ട് അടുത്തത് വരുന്നത്
ബിസ് അല്ലെങ്കിൽ ട്രിസ് അല്ലെങ്കിൽ ടെട്രാക്കിസ് ആയിരിക്കണം. ബിസ് 2 എണ്ണം ഉള്ളപ്പോൾ, ട്രിസ് 3 എണ്ണം ഉള്ളപ്പോൾ, ടെട്രാക്കിസ് 4 എണ്ണം ഉള്ളപ്പോൾ. അപ്പോൾ ഇവിടെ എങ്ങനെ വേണം പറയാൻ വേണ്ടി? ട്രിസ് എഥിലിൻ ഡൈഅമീൻ ക്രോമിയം 3 ഓക്സിഡൻ സ്റ്റേറ്റ് 3 ക്ലോറൈഡ്. ഓക്കെ, ട്രിസ് എഥിലിൻ ഡൈഅമീൻ ക്രോമിയം 3 ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് മുൻപോട്ട് എക്സാമ്പിളുകൾ വർക്കൗട്ട് ചെയ്ത് നോക്കും. അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്ന് മാത്രമേ ഞാൻ ഈ 2-3 എക്സാമ്പിളുകൾ വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഇനി ഐസോമറിസത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം ആണ് ഉള്ളത്. സ്ട്രക്ചറൽ ഐസോമറിസം, അയോണൈസേഷൻ ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, ഹൈഡ്രൈറ്റ് ഐസോമറിസം. സ്റ്റീരിയോ ഐസോമറിസം ആർ ഓഫ് 2 ടൈപ്സ്, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പോൾ ഇവിടെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ സ്ട്രക്ചറലല്ല, നമ്മുടെ ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. കുറേ കൂടി നമുക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആ കാര്യമാണ്. ജോമെട്രിക്കൽ ഐസോമറിസവും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമറിസമാണ്. ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ 2 ടൈപ്പിലുണ്ട്. കോർഡിനേഷൻ നമ്പർ 4 ഉള്ളതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 6 വരുന്നതുകൊണ്ട്. കോർഡിനേഷൻ നമ്പർ 4 വരുന്നത് സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ആണ്. കോർഡിനേഷൻ നമ്പർ 4 വരുന്ന 2 ടൈപ്പ് ഉണ്ട്. ടെട്രാഹിഡ്രൽ സ്ട്രക്ചറും ഉണ്ട്, സ്ക്വയർ പ്ലനാർ സ്ട്രക്ചറും ഉണ്ടെങ്കിലും ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നത് സ്ക്വയർ പ്ലനാറിൽ മാത്രമേ ഉള്ളൂ. സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ഓഫ് ടൈപ്പ് MA2X2 ടൈപ്പ്, MA2XY ടൈപ്പ്, MABX2 ടൈപ്പ്, MABXY ടൈപ്പ്. ഈ 4 ടൈപ്പുകൾ നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ എക്സാമ്പിളുകൾ ഏതാണെന്ന് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ടൈപ്പുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എ എന്ന് പറയുന്നത്, എ ആൻഡ് ബി എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻസും, അതുപോലെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് അയോണിക് ലിഗാൻസുമായിരിക്കും, അയോണിക് ലിഗാൻസാണ്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇപ്പോൾ MA2X2 ടൈപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് എനിക്ക് ഏതെടുക്കാം? ഡൈഅമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനെ കോംപ്ലക്സ് അല്ലെങ്കിൽ ഡൈഅമീൻ ഡൈക്ലോറിഡോ കോബാൾട്ട് കോംപ്ലക്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ ഇതേപോലെ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റണം. ഇനി ജോമെട്രിക്കൽ ഐസോമറിസം വിത്ത് കോർഡിനേഷൻ നമ്പർ 6 നമ്മൾ കൺസിഡർ ചെയ്യുക. അത് ടൈപ്പ് ആദ്യം ഓർത്തിരിക്കേണ്ടത് ഈ 3 എണ്ണമാണ്. MA4X2 ടൈപ്പ്, അതിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ് വരുന്നത്. MA4XY ടൈപ്പ്, MA3X3 ടൈപ്പ്. ഈ MA3X3 ടൈപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഫാക് ആൻഡ് മെർ ഐസോമർ ആണ് പൊസസ് ചെയ്യുന്നത്, ഫേഷ്യൽ ആൻഡ് മെറിഡിയോണൽ ഐസോമറിസം. അപ്പോൾ അവിടെ ആ ടൈപ്പ് ഓർത്തിരിക്കുക. ഈ 3 എണ്ണം കൂടാതെ വീണ്ടും 2 ടൈപ്പും കൂടെ നിങ്ങൾ ഓർത്തോണം. MAA2X2 ടൈപ്പ് ആൻഡ് MAA2XY ടൈപ്പ്. ഈ AA എന്ന് സൂചിപ്പിക്കുന്നത് സിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. AB എന്നാണ് പറയുന്നതെങ്കിൽ സിമെട്രിക്കൽ ആയിരിക്കത്തില്ല. AB എന്ന് പറയുമ്പോൾ അൺസിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? സിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് എക്സാമ്പിളാണ് MABCDEF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വ്യത്യസ്ത ടൈപ്പിലുള്ള ലിഗാൻഡ് വരുവാണെങ്കിൽ, ഇവിടെ ഒരൊറ്റ കാര്യമേ ക്വസ്റ്റ്യനായിട്ട് ബേസ് ചെയ്തുകൊണ്ട് മനസ്സിലുണ്ടാകേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ 6 വ്യത്യസ്ത ടൈപ്പ് ലിഗാൻഡ് വരികയാണെങ്കിൽ 15 ടൈപ്പിലുള്ള ഡിഫറൻറ്റ് ഐസോമേഴ്സ് ആയിട്ടായിരിക്കും അത് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പുകളെല്ലാം നമ്മൾ ഓർത്തിരുന്നു. പിന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിലേക്ക് പോവുകയാണെങ്കിൽ ദേ ആർ ഓഫ് ടൈപ്പ് MAA3 ടൈപ്പ്, അതുപോലെ തന്നെ MAA2X2 ടൈപ്പ്, MAA2XY ടൈപ്പ്. ഇവിടെ ഞാൻ ഓരോന്നായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ആ ടൈപ്പുകൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ MAA2X2 ടൈപ്പ്, അതായത് ഒപ്റ്റിക്കൽ ഐസോമറിസം കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തണം, ട്രാൻസ് ഉണ്ടാകത്തില്ല, പൊസസ് ചെയ്യത്തില്ല, സിസ് ഐസോമർ മാത്രമേ കാണിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. സിസ് എഥിലിൻ ഡൈഅമീൻ ഡൈബ്രോമിഡോ കൊബാൾട്ട് 3 കോംപ്ലക്സ് ഈസ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സ്. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സാറ് പഠിപ്പിച്ച ടൈപ്പ് തന്നെയാണോ എന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇവിടെ നോക്കിക്കേടാ, ഇത് ഏത് ടൈപ്പാണ് വരുന്നത്? സെൻട്രൽ ആറ്റം M എന്ന് നിങ്ങൾ കൊടുത്തു, സമ്മതിച്ചല്ലോ. ഇനി എഥിലിൻ ഡൈഅമീൻ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് അല്ലേ, അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ കൊടുക്കേണ്ടത്? AA2 എന്നല്ലേ കൊടുക്കേണ്ടത്. BR2 എന്നുള്ളത് നിങ്ങൾ എന്ത് കൊടുത്തു? X2 എന്ന് കൊടുത്തു. ഈ ടൈപ്പ് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവനല്ലേ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പോൾ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സ് ആണ്. എന്തുകൊണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോംപ്ലക്സ് എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ഹാവ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ഇതാണോ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? അല്ല. അപ്പോൾ അവൻ്റെ റീസൺ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഇനി റീസൺ നമ്മൾ വായിച്ചു നോക്കുന്നു.
ബിസ് എഥിലിൻ ഡൈഅമീൻ ഡൈബ്രോമിഡോ കൊബാൾട്ട് കോംപ്ലക്സ് ഈസ് ആൻ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തേച്ചാൽ മതി, അവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണോ എന്ന് നോക്കിയേച്ചാൽ പോരെ. നോക്കിക്കേടെ 2 ബ്രോമിൻ രണ്ടെണ്ണം വന്നു. ഇനി എഥിലിൻ ഡൈഅമീൻ, ഒരു എഥിലിൻ ഡൈഅമീൻ എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ 2, കാരണം ബൈഡെൻഡേറ്റ് ലിഗാൻഡാ. 2 എഥിലിൻ ഡൈഅമീൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ കോർഡിനേഷൻ നമ്പർ എത്രയായിട്ട് മാറി, 4 വന്നില്ലേടാ. അപ്പോൾ ടോട്ടൽ 4 ബ്രോമിന്റെ 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ 6 ആണല്ലോ. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ നിർബന്ധമായിട്ടും അവൻ എന്തായിരിക്കും, ഒക്ടാഹിഡ്രൽ കോംപ്ലക്സാ. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ നമ്പർ 2 അല്ലേ, നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ വരുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, വിച്ച് കൈൻഡ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൈൻഡ് ഓഫ് ഐസോമെറിസം ഈസ് എക്സിബിറ്റഡ് ബൈ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ്. നോക്കി, ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് മാത്രം നിങ്ങൾ എന്നോട് പറഞ്ഞു വെച്ചാൽ മതി. MA4X2 ടൈപ്പ് അല്ലേ ഇവൻ വരുന്നത്, പുറത്ത് അയോണൈസേഷൻ സ്പിയറിലുള്ള ആളെ നോക്കണ്ട. MA4X2 ടൈപ്പ് ആണല്ലോ. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ജിയോമെട്രിക്കൽ ഐസോമെറിസം പോസസ് ചെയ്യുന്നുണ്ടല്ലോ. അത് കൂടാതെ അയോണൈസേഷൻ ഐസോമെറിസവും ഇവൻ പോസസ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ബ്രോമിൻ പുറത്തുപോയി ക്ലോറിൻ ഒരാൾ ഉള്ളിൽ വരുമ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് അയോൺസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് പോർഷൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്നു. അതായത് ഡി ഓർബിറ്റൽസ് 2ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, DXY, DYZ, DXZ, അതുപോലെ DX² - Y² ആൻഡ് DZ². അത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അതിന് ആ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. താഴെയുള്ളത് T2G, മുകളിലുള്ളത് EG. T2Gയിൽ വരുന്നത് ആരൊക്കെയാണ്, DXY, DYZ, DXZ. EGയിൽ വരുന്നത് DX² - Y² ആൻഡ് DZ². അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിങ്ങും നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് ആണെങ്കിൽ തിരിച്ചു വന്നു, DX² - Y², DZ² ലോവർ എനർജിയായും DXY, DYZ, DXZ ഹയർ എനർജി ലെവലിലുമായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി പിന്നെ ഉള്ളത് നമ്മുടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇവിടെ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ലിഗാൻസ് അക്കോർഡിംഗ് ടു ദി സ്ട്രെങ്ത് ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഈ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഞാനത് ഓരോന്നായിട്ട് വായിക്കുന്നില്ല, പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങളത് ഓർത്തിരിക്കണം. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഏതാണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഏതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൽ T2G എന്ന് പറയുന്നത് ഹയർ എനർജി ലെവൽ, EG എന്ന് പറയുന്ന, അല്ലെങ്കിൽ EG എന്നല്ല അവിടെ പറയുന്നത്. ടെട്രാഹിഡ്രൽ കോംപ്ലക്സ് വരുമ്പം EGക്ക് പകരം E എന്നും T2Gക്ക് പകരം T എന്നും ആയിരിക്കണം പറയേണ്ടത്. അതുപോലെ തന്നെ ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് എനർജിയും ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് എനർജിയും തമ്മിലുള്ള റിലേഷൻ ΔT = 4/9 ΔO. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി, ΔO എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പെയറിംഗ് എനർജി. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പെയറിംഗ് എനർജി. പെയറിംഗ് ടേക്ക് പ്ലേസ് ഓർ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലോ സ്പിൻ കോംപ്ലക്സ്. പെയറിംഗ് നടക്കുമ്പോഴാണ് ലോ സ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പെയറിംഗ് എനർജി. P എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയാണ്. പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ പെയറിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഓർ സച്ച് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ഈസ് കോൾഡ് ആസ് ഹൈ സ്പിൻ കോംപ്ലക്സ്. ഇപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിംഗ് നടക്കും, ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കണത്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ പെയറിംഗ് നടക്കത്തില്ല, ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ വേവ് ലെങ്തും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ആയിട്ടുള്ള റിലേഷൻഷിപ്പും കൂടി ഓർത്തോണം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആൻഡ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്നതിനനുസരിച്ച് തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യുന്നത്, കുറയുകയാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് വരുന്നതിനനുസരിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറയുകയാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂടുക. കാരണം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും, അഥവാ വേവ് ലെങ്ത് കുറവാണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലായിരിക്കും. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ ഞാൻ 3 കോംപ്ലക്സ് അവിടെ തന്നിട്ടില്ലടാ. ഈ 3 കോംപ്ലക്സിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എവിടെയാണ്? നമ്മുടെ ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് എവിടെയാണോ കൂടുതൽ അവിടെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതൽ. ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഏതാ? CN-, പിന്നെ NH3, പിന്നെ H2 അല്ലേ വരുന്നത്. അപ്പോൾ ശരിയാണല്ലോ. അപ്പം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കുറയുകയാണ്. എപ്പം? ഹെക്സാ സൈനിഡോ കൊബാൾട്ട് കോംപ്ലക്സിൽ നിന്ന് ഹെക്സാ അക്വ കൊബാൾട്ട് കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് എന്ത് ചെയ്യുകയാണ്? അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. കാരണം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കുറവാണെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കുറവുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുമോ? ഡയാമാഗ്നറ്റിക് സ്പീഷീസ് എമംഗ് ദ ഫോളോയിങ്. ഡയാമാഗ്നറ്റിക് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ കൊബാൾട്ട് 3+ ആണ് തന്നിരിക്കുന്നത്. കൊബാൾട്ട് 3+ അല്ലേ? ഓക്സിഡൻ സ്റ്റേറ്റ് കൊബാൾട്ട് 3+ വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ? 4s0 3d6. ശരിയാണല്ലോ. ഓക്സലേറ്റ് അയോൺ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. കൊബാൾട്ട് 3+ന്റെ കൂടെ ഇവൻ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെന്ന് നമുക്കറിയാം. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? D6, 6 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. പെയറിങ് നടക്കത്തില്ലേ? പെയറിങ് നടക്കുന്നു. ഡയാമാഗ്നറ്റിക് അല്ലേ? അപ്പോൾ ആൻസർ 1. ബാക്കിയൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കത്തില്ലേ? ഓക്കെ. The correct order of wavelength of light absorbed by the given complex. തന്നിരിക്കുന്ന കോംപ്ലക്സ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. ഒറ്റ കാര്യമുള്ളൂ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലാണെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് കുറവായിരിക്കും. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുന്ന എപ്പോഴാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുമ്പോഴല്ലേ. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരികയാണെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് വരുന്നത് എവിടെയാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്നിടത്താണ്. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഏതാ തന്നിരിക്കുന്നതിൽ? ഏറ്റവും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നത് 2 അല്ലേ വരുന്നത്? 2 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അവിടെ ഏറ്റവും കുറവായിരിക്കും വരുന്നത്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ആണ് 2 വരേണ്ടത്. അപ്പോൾ 2 ഏറ്റവും ലീസ്റ്റ് വന്നിരിക്കുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. ഏറ്റവും ലീസ്റ്റ് വന്നിരിക്കുന്ന ആരുടെ കേസിലാണ്? ഓപ്ഷൻ നമ്പർ 4 ഉണ്ട്, ഓപ്ഷൻ നമ്പർ 1 ഉണ്ട്. ഇനി ഏറ്റവും ഹയസ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി, ഏറ്റവും ലോവസ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് എവിടെയായിരിക്കണം? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കണം. തന്നിരിക്കുന്നതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ലിഗാൻഡ് ഏതാ? ഫ്ലൂറൈഡ് അയോൺ അല്ലേ? അപ്പോൾ അവിടെ ആയിരിക്കണം വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ 1ൽ ഏറ്റവും കൂടുതൽ. ശരിയാണല്ലോ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാടാ? അമീൻസിലേക്ക് നമുക്ക് പോകാം. അമീൻസും ഞാൻ പറഞ്ഞു മറ്റൊരു ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ് അമീൻസ്. ഇതിൽ നമ്മൾ പ്രിപ്പറേഷൻസ് ഓഫ് അമീൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസ് ആണ് ഹോഫ്മാൻ ബ്രോമാമൈഡ് റിയാക്ഷൻ. അത് വേറെ ഒന്നുമില്ലടാ, അമൈഡ് ഓൺ റിയാക്ഷൻ. അമൈഡ് ഈസ് കൺവേർട്ടഡ് ടു പ്രൈമറി അമീൻ ഹാവിംഗ് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് പേരന്റ് അമൈഡ്. ദാറ്റ് ഈസ് വെൻ അമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബ്രോമിൻ result in the formation of a primary amine having 1 carbon atom less than that of a parent amide. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അമൈഡിൽ ഉള്ള കാർബൺ ആറ്റത്തിനേക്കാളും 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ ഓഫ് അമീൻ ആണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഇൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് 3 സ്റ്റെപ്പുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. താലിമൈഡ് റിയാക്ട് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു ഗീവ് പൊട്ടാസ്യം താലിമൈഡ്. പൊട്ടാസ്യം താലിമൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് then result in the formation of N-alkyl താലിമൈഡ് which on hydrolysis വിത്ത് ഡയലൂട്ട് HCl അല്ലെങ്കിൽ നമുക്ക് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ്. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. NCERT പ്രകാരം ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആണ് ടു ഗീവ് പ്രൈമറി അമീൻ. നോക്കിക്കേ, താലിമൈഡ് എടുത്തു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തു. റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് N-alkyl പൊട്ടാസ്യം താലിമൈഡ് വിച്ച് ഓൺ റിയാക്ഷൻസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം താലിമൈഡ് വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ടു ഗീവ് N-alkyl താലിമൈഡ് വിച്ച് ഓൺ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ടു ഗീവ് കറസ്പോണ്ടിങ് പ്രൈമറി അമീൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമായിട്ട് ഇത് ഓർത്ത് വെച്ചേക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അവിടെ ആലിഫാറ്റി പ്രൈമറി അമീൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദിസ് മെത്തേഡ്.
ആരോമാറ്റിക് പ്രൈമറി അമീൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അരയിൽ ഹാലൈഡ് ഉപയോഗിക്കേണ്ടി വരും ഈ ആരോമാറ്റിക് പ്രൈമറി അമീൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. അരയിൽ ഹാലൈഡ്സ് ഡസ് നോട്ട് ഈസിലി അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിൽ നമ്മൾ ആലിഫാറ്റിക് പ്രൈമറി അമീൻസ് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. താലിമൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കിട്ടുന്നത് എന്താണ്? പൊട്ടാസ്യം താലിമൈഡ്. ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ചുമ്മാ അതൊന്നും കൂടെ ക്വസ്റ്റ്യൻ രൂപത്തിൽ ഞാനത് കാണിക്കുന്നതേ ഉള്ളൂ. അതിന് ETBr എന്ന് പറയുന്നത് നമ്മുടെ ഈഥൈൽ ബ്രോമൈഡാണ് കേട്ടോ. ഈഥൈൽ ബ്രോമൈഡായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് തന്നെ N-ഈഥൈൽ താലിമൈഡ് അല്ലേ, വിച്ച് ഓൺ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ടു ഗീവ് കറസ്പോണ്ടിങ് പ്രൈമറി അമീൻ. ഏതായിരിക്കും? ഈഥൈൽ അമീൻ അല്ലേ കിട്ടുന്നത്. ഓപ്ഷൻ നമ്പർ ഏതാ? 2. ഓക്കെ. ഇനി നമ്മളിതിൻ്റെ ബേസിക് സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടല്ലോടാ, ആൽക്കൈൽ അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസ് ദാൻ ദാറ്റ് ഓഫ് അമോണിയ. അതിൻ്റെ കാരണം ഡ്യൂ ടു ദി ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഗ്യാസ് ഫേസിൽ നമ്മൾ ഈ ആൽക്കൈൽ അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടെറിഷറി അമീൻസ് ആർ മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി അമീൻ വിച്ച് ഈസ് മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി അമീൻ ദാൻ ദാറ്റ് ഓഫ് അമോണിയ. എപ്പം ആൽക്കൈൽ അമീൻസ് എടുത്തിട്ടുണ്ട് എപ്പോഴും അമോണിയനേക്കാളും ബേസിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഗ്യാസ് ഫേസിലാണെങ്കിൽ ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും ഓർഡർ. ഇനി നേരെ മറിച്ച് അക്വസ് മീഡിയം കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മീഥൈൽ ഗ്രൂപ്പ്, ഈ മീഥൈൽ അമീനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദ ഓർഡർ ഈസ് സെക്കൻഡറി അമീൻ ഈസ് മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി അമീൻ മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് ടെറിഷറി അമീൻ. നേരെ മറിച്ച് ഈഥൈൽ ഗ്രൂപ്പ് ആണ് വരുന്നത് എങ്കിൽ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? സെക്കൻഡറി അമീൻ ഗ്രേറ്റർ ദാൻ മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് ടെറിഷറി അമീൻ മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി അമീൻ. ബാക്കി ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി അമീൻ ഈസ് മോർ ബേസിക് ദാൻ സെക്കൻഡറി അമീൻ മോർ ബേസിക് ദാൻ ടെറിഷറി അമീൻ. ഓക്കെ. അതുപോലെ നമ്മൾ ആരോമാറ്റിക് അമീൻസ് ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആരോമാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ ദാറ്റ് ഓഫ് അമോണിയ ഡ്യൂ ടു ദർ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ ഒരു റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ആരോമാറ്റിക് അമീൻസ് എപ്പോഴും ആരെക്കാളും കൂടുതലായിരിക്കും, ബേസിക് ക്യാരക്ടർ ആരെക്കാളും കൂടുതലായിരിക്കും? അമോണിയനേക്കാളും കൂടുതലായിരിക്കും. അവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ബേസിക് ക്യാരക്ടർ കുറയും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആരോമാറ്റിക് അമീൻസിൽ ബേസിക് ക്യാരക്ടർ കൂടും. ഓക്കെ. പിന്നെ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ഇനി അടുത്ത ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. വേറെ ഒന്നുമില്ലടാ, ആലിഫാറ്റിക് പ്രൈമറി അമീൻസ് ആൻഡ് ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് രണ്ടും ഉണ്ട് കേട്ടോ. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻസ് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസേഴ്സ് ഫൗൾ സ്മെല്ലിംഗ് ഐസോസൈനൈഡ്. ഇത് നമുക്ക് തരുന്നത് ആര് മാത്രമേ ഉള്ളൂ? പ്രൈമറി അമീൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റ് അമീൻസിൽ നിന്ന് പ്രൈമറി അമീൻസിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഈ റിയാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റിയാക്ഷനെ കാർബൈൽ അമീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ഈസ് കോൾഡ് ആസ് ഹിൻസ്ബർഗ് റിയേജന്റ്. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് primary amine result in the formation of N-alkyl benzene sulfonamide which is soluble in alkali. ശ്രദ്ധിച്ചിരുന്നോണേ. Similarly, secondary amines on reaction with the benzene sulfonyl chloride to give NN dialkyl benzene sulfonyl chloride. NN dialkyl benzene sulfonyl chloride which is insoluble in alkali. Tertiary amine have no reaction with benzene sulfonyl chloride. അതുകൊണ്ട് തന്നെ ഈ ഹിൻസ്ബർഗ് റിയേജന്റ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീനെ തിരിച്ചറിയാനും ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചർ നമുക്ക് 3 അമീൻസ് നമുക്ക് തന്നു. ഇതിലേതാണ് പ്രൈമറി സെക്കൻഡറി ടെറിഷറി എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി, ഇതിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ബെൻസീൻ സൾഫോണിക് ക്ലോറൈഡ് ആഡ് ചെയ്തേച്ചാൽ മതി. പ്രൈമറി അമീൻ എപ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫോണാമൈഡ് ഉണ്ടാകുകയും വേണം, അത് എവിടെ സൊല്യൂബിൾ ആവുകയും വേണം, ആൽക്കലിയിൽ സൊല്യൂബിൾ ആവുകയും വേണം. സെക്കൻഡറി അമീൻ ആണെങ്കിൽ NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫോണാമൈഡ് ഫോം ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലിയ. ടെറിഷറി അമീൻ ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റ് ആയിട്ട് ഒരു റിയാക്ഷനും ഇല്ല.
ഇത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഹാലോജിനേഷൻ, ബ്രോമിനേഷൻ ഓഫ് അനിലിൻ ഇൻ വിത്ത് ബ്രോമിൻ വാട്ടർ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് 2,4,6 ട്രൈബ്രോമോ അനിലിൻ. അതുകൊണ്ട് തന്നെ ആരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രമേ ഈ ഒരു റിയാക്ഷൻ നമ്മൾ നടത്തുന്നുള്ളൂ. അനിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ 2,4,6 ട്രൈബ്രോമോ അനിലിൻ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ. നൈട്രേഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ മിക്സർ ഓഫ് ഓർത്തോനൈട്രോ അനിലിൻ, പാരാനൈട്രോ അനിലിൻ ആൻഡ് മെറ്റാനൈട്രോ അനിലിൻ. അവിടെ മെറ്റാനൈട്രോ അനിലിൻ ഫോം ചെയ്യാനുള്ള റീസൺ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അനിലീനിയം അയോൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. അനിലിൻ ആൻഡ് ബെൻസൈലമീൻ ക്യാൻ ബി കെമിക്കലി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ. അനിലിൻ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി, അനിലിൻ എന്ന് പറയുന്നത് ആരാണ്? ഇവനല്ലേ. ബെൻസൈലമീൻ എന്ന് പറയുമ്പോൾ ആരോമാറ്റിക് അല്ല, ആലിഫാറ്റിക്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അവന്? ബ്രോമിൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്ന ആര് മാത്രമേ ഉള്ളൂ? അനിലിൻ മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പോൾ അവനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കത്തില്ലേ? ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ, പ്രെഡിക്റ്റ് ദ പ്രൊഡക്റ്റ് ബി. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. നമ്മുടെ അമൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അമൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കിട്ടുന്ന പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത് ആരായിരിക്കും? അമൈഡാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുവാണെങ്കിൽ CO ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ഗ്രൂപ്പ്. ബെൻസൈലമീൻ എന്നല്ല നമുക്ക് കിട്ടുന്നത്, സൈക്ലോഹെക്സൈൻ മീഥൈൽ അമീനാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് അസിറ്റൈൽ ക്ലോറൈഡ് CH3COCl. ശരിയാണല്ലോ. ഇവിടുന്ന് ആര് എലിമിനേറ്റ് ചെയ്തു? HCl എലിമിനേറ്റ് ചെയ്തു. അമൈഡ് അല്ലേ ഫോം ചെയ്യുന്നത്. ഏതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടിങ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഏതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്? ഓപ്ഷൻ നമ്പർ 2 അല്ലടാ വരേണ്ടത്. നോക്കിക്കേ, പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കിക്കേ. അവിടുന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തേച്ചാൽ മാത്രം മതി, HCl എലിമിനേറ്റ് ചെയ്തേച്ചാൽ മാത്രം പോരെ. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഡയസോണിയം സാൾട്ട് ആണ്. അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഒന്ന്. അത് അനിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് ആൻഡ് HCl. സോഡിയം നൈട്രേറ്റ് ആൻഡ് HCl NaNO2 പ്ലസ് HCl അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 273 to 278 കെൽവിൻ. ഓക്കെ. അതിൻ്റെ ഒപ്പം തന്നെ റിയാക്ഷൻസ് ഓർത്ത് നോക്കുക. സാൻമേഴ്സ് റിയാക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഗട്ടർമാൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻസ് നമുക്ക് പെട്ടെന്ന് അതിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. നമുക്കറിയാം പ്രൊഡക്റ്റ് ഏതാ വരുന്നത്? ക്ലോറോ ബെൻസീൻ ആണ്. കുപ്രസ് ബ്രോമൈഡിൻ HBr ആണെങ്കിൽ ബ്രോമോ ബെൻസീൻ ആണ്. കുപ്രസ് സയനൈഡ് വിത്ത് ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാസ്യം സയനൈഡ് ആണെങ്കിൽ സയനോ ബെൻസിൻ. ഇതാണ് നമ്മുടെ സാൻമേഴ്സ് റിയാക്ഷൻ. അതുപോലെ തന്നെ പൊട്ടാസ്യം അയോഡൈഡ് ആയിട്ടാണെങ്കിൽ അയോഡോ ബെൻസീന്. വാം ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ഫീനോൾ ആയിരിക്കും. അടുത്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് H3PO2 ഓർ ഇൻ പ്രസൻസ് ഓഫ് ഫോസ്ഫീനിക് ആസിഡ് ഓർ ഇൻ പ്രസൻസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് ബെൻസീൻ. HbF4 ആണെങ്കിൽ ഫ്ലൂറോ ബെൻസിൻ ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്. കോപ്പർ ഇൻ HCl ആണെങ്കിൽ ക്ലോറോ ബെൻസീൻ. കോപ്പർ ഇൻ HBr ആണെങ്കിൽ ബ്രോമോ ബെൻസീൻ. കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HCl അല്ലെങ്കിൽ കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HBr ഈസ് കോൾഡ് ആസ് ഗട്ടർമാൻ റിയാക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ റിയാക്ഷൻസ് പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ഒന്ന് അമീൻസിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞു മുൻപോട്ട് ഇനി ടെൻഷൻ അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എത്രത്തോളം കണ്ടന്റ് റിച്ച് ആവാൻ പറ്റുമോ അത്രത്തോളം സബ്ജക്റ്റ് റിച്ച് ആവുക നമുക്ക്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.